തൃശൂരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പൂരം ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കലക്ടറുടെ ഉത്തരവ്. ബഡ്സ് ആക്ട് പ്രകാരമാണ് നടപടി. 200 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. നിയമവിരുദ്ധമായി പൊതുജനങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം നൽകാതെ വഞ്ചിച്ചുവെന്നതായിരുന്നു കുറ്റം. ഇതു സംബന്ധിച്ച് നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പൂരം ഫിൻസർവ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും ഉടമകളുടെയും പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ജപ്തിക്ക് മുന്നോടിയായി ഇതു സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും. മാത്രവുമല്ല, ഉടമകളുടെ വസ്തുവകകൾ വിൽപ്പന നടത്താനുള്ള നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകി. പ്രതികളുടെ പേരിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ മോട്ടോർ വാഹനങ്ങളുടെയും പട്ടിക റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തയ്യാറാക്കി കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറും. പ്രതികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരെ കളക്ടർ ചുമതലപ്പെടുത്തി. 12% പലിശ വാഗ്ദാനത്തിൽ 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെ നിക്ഷേപിച്ചവർ പരാതിക്കാരായുണ്ട്. ഇത്തരത്തിൽ 3000-ലേറെ നിക്ഷേപകർ ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ, തൃശൂർ.